ഇപ്പോൾ ദുബായ് റിയൽ എസ്റ്റേറ്റില് ഇമ്മൻസ്ലി ഏർണിംഗ് ആയിട്ടുള്ള ഇമ്മൻസ്ലി വെൽത്തി ആയിട്ടുള്ള ആളുകളുണ്ട്. ഒരു ഡീസന്റ് രീതിയിൽ ഏൺ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ആർ വെരി ഹൈ. അതായത് നമുക്ക് വേറെ ഏതൊരു ഇൻഡസ്ട്രിയിൽ കിട്ടുന്നതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇന്ന് ദുബായ് റിയൽ എസ്റ്റേറ്റിലുണ്ട്. രണ്ട് തരത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്ന് സ്വന്തമായിട്ട് ഈ പറയുന്ന ഫേം ഒക്കെ ഉണ്ടായി അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ട് ഒരു ഫേമിന്റെ കീഴിൽ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ഏജൻസ് കമ്മീഷൻ മാത്രം ബേസിസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ചില ഏജൻസ് സാലറി പ്ലസ് കമ്മീഷൻ ഇതിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പൊ കമ്മീഷന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പല ഏജൻസീസും അവരുടെ 50% റവന്യൂ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. നോർമൽ രീതിയിൽ ഇപ്പം ഒരു ബിൽഡർ റിയൽ എസ്റ്റേറ്റിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഫേമിൽ കൊടുക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു 4 to 5% കമ്മീഷൻ കൊടുക്കും. ലെറ്റ്സ് സേ ഒരു 1 million ദറംസ് ആണെങ്കിൽ ആ 1 million ദറംസിന്റെ ഒരു കച്ചവടം നടക്കുമ്പോൾ അതിന്റെ 5% ഈസ് ദ കമ്മീഷൻ ഓഫ് ദ റിയൽ എസ്റ്റേറ്റ് ഫേം. ഒരു ഫേമിന്റെ കീഴിലുള്ള ഒരു ബ്രോക്കർ ആണെങ്കിൽ അവർക്ക് കിട്ടിയ ഈ 5%ന്റെ ഒരു 35% ടു ഈ പറയുന്ന 50% വരെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എക്സ്പെൻസ് അതുപോലെ ഒരു കമ്പനി റൺ ചെയ്യാനുള്ള എക്സ്പെൻസ് ഭയങ്കര കൂടുതലായിരിക്കും. കേരള വെച്ച് കമ്പയർ ചെയ്താലൊക്കെ ഭയങ്കര എക്സ്പെൻസ് കൂടുതലായിരിക്കും. പക്ഷെ ഏർണിങ്സും അതുപോലെ തന്നെ കൂടുതലായിരിക്കും.